അതുല്യ, ഷഹന, ഉത്തര, വിഷ്ണുജ, ഷൈനി, വിഭജിക. ഇതെല്ലാം കേരളത്തിലുള്ള എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയ പേരുകളാണ്. പല കാലഘട്ടത്തിലും എല്ലാവരുടെയും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന ചർച്ചാ വിഷയമായിരുന്ന പേരുകൾ. അപ്പോൾ കുടുംബശ്രീ ദീപം കുടുംബശ്രീ പോഡ്കാസ്റ്റിൻ്റെ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെരി റീസെൻ്റ് ആയിട്ട് നടന്ന കുറച്ച് കാര്യങ്ങൾ. അതെ, വെരി റീസെൻ്റ് ആയിട്ട് നടന്ന ഡൊമസ്റ്റിക് വയലൻസ് കേസുകൾ, ഗാർഹിക പീഡനം. ശരിക്കും ഗാർഹിക പീഡനത്തിന് ഉത്തരവാദി ആരാ? ഈ ടോപ്പിക്ക് ഞങ്ങൾ എടുക്കാൻ അതിന് മുമ്പ് ഒരു കാര്യം, ഈ ടോപ്പിക്ക് ഞങ്ങളോട് എടുക്കാനായിട്ട് സജസ്റ്റ് ചെയ്തത് നമ്മുടെ ഒരു ഫോളോവറാണ്. പറഞ്ഞായിരുന്നു. അതിന് മുന്നേ ഞാൻ തീരുമാനിച്ചായിരുന്നു ഈ ടോപ്പിക് എടുക്കാന്ന് പറഞ്ഞു. ഫോളോവേഴ്സിന് കുറച്ച് ഹൈപ്പ് കൊടുക്കാന്ന്. ഇല്ല, അവൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ആലോചിച്ചു, ഞാനും അതാണല്ലോ ചിന്തിച്ച്, അത് ഇപ്പോഴത്തേക്ക് വെക്കണോ അടുത്ത ആഴ്ചത്തേക്ക് വെക്കണോ എന്നും കൂടെ ഞാൻ ചിന്തിച്ചായിരുന്നു. അപ്പൊ അവൾ എന്നോട് പറഞ്ഞപ്പം നന്ദിനിയാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ കല്യാണ എപ്പിസോഡ് കണ്ട് ഫോളോ ചെയ്ത് കൂടിയ ആളാണ്. അപ്പൊ നന്ദിനി പറഞ്ഞിട്ടും കൂടെയാണ് നമ്മൾ ഈ ടോപ്പിക് എടുത്തത്. അപ്പം ഡൊമസ്റ്റിക് വയലൻസ്, ഗാർഹിക പീഡനം, ഇതിൽ ഈ പറഞ്ഞ പേരുകളിൽ കൂടുതലും ഫിസിക്കൽ അബ്യൂസും ഈ ഷഹന എന്ന് പറഞ്ഞത്, ഞാൻ അത് ആ കേസ് ഒന്ന് വായിച്ചായിരുന്നു. ആ ഷഹന എന്ന് പറഞ്ഞ കേസിൽ അവർ നേരിട്ട അബ്യൂസ് എന്ന് പറയുന്നത് സ്കിൻ കളറിന്റെ പേരിൽ നടന്ന മെന്റൽ അബ്യൂസ് ആയിരുന്നു. സ്കിൻ കളറിന്റെ പേരിൽ ഈ നൂറ്റാണ്ടിൽ 2025 കാലഘട്ടത്തിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യുഗത്തിൽ ജീവിക്കുമ്പോൾ ആ കുട്ടി നേരിട്ടത് സ്കിൻ കളറിന്റെ പേരിലുള്ള അബ്യൂസ്. നമുക്ക് എന്താ സ്കിൻ കളർ എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര ഫോർവേഡ് തിങ്കിങ്ങിന്റെ ആൾക്കാരാണ്. പുതിയ ജനറേഷൻ അങ്ങനെയൊന്നും ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളി ചെയ്യോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിൽ പോലും ക്ലാസ് റൂംസിലൊക്കെ ബുള്ളിങ് എന്ന് പറയുന്നത് വളരെ വിരളമായി കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന കാലഘട്ടത്തിൽ പോലും പലരും ഇന്നും അതിന്റെ പേരിൽ ചൂഷണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മാനസികമായും ശാരീരികമായും ഒക്കെ നമ്മള് അതിന്റെ പേരില് അത് ഇപ്പൊ ഈ ന്യൂസ് ഓരോന്നോരോന്നോരോ ഭയങ്കര റീസെന്റ് ആയിട്ട് ഒരു ഇടവിടയില്ലാതെ ഇങ്ങനെ അവിടെ ആ കുട്ടി ആത്മഹത്യ ചെയ്തു, ഇവിടെ ഈ കുട്ടി ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര ഒരു വിഷമമുണ്ട്. കാരണം ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്ന സാധനം, അതായത് എതിർക്കാനായിട്ട് മെയിൻ ഇതിൽ ഉത്തരവാദി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് തീർച്ചയായും ഞാൻ പറയും പെൺകുട്ടികളുടെ വീട്ടുകാർക്ക് ഒരു വലിയ പങ്കുണ്ട്. വലിയ പങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ അവര് അബ്യൂസ് ചെയ്ത ആൾക്കാരുടെ അതേപോലെ ഈക്വൽ പങ്ക് ഈ വീട്ടുകാർക്ക് ഉണ്ടെന്ന് ഞാൻ പറയും. മൈ ഒപ്പീനിയൻസ്. ഞാൻ പറയും നമ്മള് പേഴ്സണലി ഒരു സ്റ്റാൻഡ് എടുക്കാൻ സ്ട്രോങ് ആയിരിക്കണം. ഇപ്പം ഇവള് പറഞ്ഞതിൽ അതൊരു സപ്പോർട്ട് സിസ്റ്റം, അതായത് നമ്മൾ എപ്പോഴും ഫസ്റ്റ് നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് നമ്മുടെ ഫാമിലിയിലാണ്. ഇപ്പം ഫാമിലി എന്ന് പറയുമ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന പാർട്ട്ണറിൽ നിന്ന് നമ്മൾ അബ്യൂസ് ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ ഹെൽപ്പിന് പോകുന്നത് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തായിരിക്കും. അപ്പോൾ പേരൻസ് അത് നെഗ്ലക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഒരു പരിധി വരെ ഇവരെ സൂയിസൈഡിലേക്ക് എത്തിക്കാനുള്ള റീസൺ. കാരണം ഇറങ്ങിപ്പോയാൽ എനിക്ക് കയറി ചെല്ലാൻ ഒരിടമില്ല എന്നുള്ളൊരു തോട്ട്. പിന്നെ അല്ലെങ്കിൽ അതുപോലെ സ്ട്രോങ് ആൻഡ് ബോൾഡ് വുമൺ ആയിരിക്കണം. ഇറങ്ങിപ്പോയാൽ ഞാൻ എങ്ങനെയും ജീവിക്കും എന്നുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയുമ്പോൾ അത് ചിലപ്പോൾ സപ്പോർട്ട് സിസ്റ്റത്തിന് മുമ്പ് തന്നെ നമുക്ക് നമ്മളുടെ ഒരു സെൽഫ് എന്നുള്ള ഒരു സാധനത്തിൽ നമ്മൾ കുറേ അധികം വർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ഈ പറയുന്ന പോലെ വളർച്ചയിൽ നമ്മൾ പല ട്രോമാസ്, പല കൈൻഡ് ഓഫ് അബ്യൂസസ് ഒക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. അതിനെ നമ്മൾ നോർമലൈസ് ചെയ്യും. ഇതൊക്കെ ഓക്കെയാണ്, ഇതൊക്കെ സമൂഹത്തിൽ നടക്കുന്നതാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ്, എല്ലാവരുടെയും ജീവിതത്തിൽ ഇതൊക്കെ നടക്കുന്നതാണ് എന്ന് പറഞ്ഞ് നോർമലൈസ് ചെയ്യുന്നതാണ് പ്രശ്നമാണ്. അതായത് ഇപ്പോ എന്താ പറയുന്നത്, മകളുടെ ജീവിതത്തിലും വലുത് നാട്ടുകാരെന്ത് പറയും, കെട്ടിച്ചു വിട്ട പെണ്ണ് വീട്ടിൽ വന്ന് നിന്നാൽ നാട്ടുകാരെന്ത് പറയും എന്നുള്ള തോട്ടാണ് ഭൂരിഭാഗം നമ്മുടെ കേരള അല്ലെങ്കിൽ ഇന്ത്യൻ പേരൻസിനുള്ളത്. ആ ഒരു തോട്ടിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഗാർഹിക പീഡനം എന്നുള്ളത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത് പോലും, അതിനെതിരെയുള്ള ആക്ട് നിലവിൽ വരുന്നത് പോലും 2005-2006 കാലഘട്ടത്തിലാണ്. അതിനു മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ എതിരായിട്ട് നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ഒരു അവകാശമാണ് സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഉപദ്രവങ്ങൾ നേരിടാതെ ജീവിക്കുക എന്നുള്ളത്. അത് സ്ത്രീകളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ
കല്യാണം കഴിച്ച് ചെല്ലുന്ന വീടെന്ന് പറയുമ്പോൾ അത് എപ്പോഴും സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു കാര്യമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഡൊമസ്റ്റിക് വയലൻസ് അല്ലെങ്കിൽ ഗാർഹിക പീഡനം എന്ന് പറയുന്നത് എപ്പോഴും സ്ത്രീകളുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് വയലൻസിൽ പുരുഷന്മാരില്ല എന്നല്ല പറയുന്നത്, കമ്പാരിറ്റീവ്ലി സ്ത്രീകളാണ് കൂടുതലും ഡൊമസ്റ്റിക് വയലൻസ് നേരിടുന്നത്. അതായത് ഇപ്പോൾ സ്ത്രീകളുടെ കേസ് പറയുമ്പോൾ പുരുഷന്മാരൊരിക്കലും സ്ത്രീകളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്ന സാഹചര്യങ്ങൾ വളരെ വളരെ ഭയങ്കര വിരള. ചുരുക്കമായിരിക്കും. അതേസമയം ഇത് നേരെ തിരിച്ചാണ്. പുരുഷന്മാർ നേരിടുന്ന പീഡനം എന്ന് പറയുന്നത് ഇമോഷണൽ, മെന്റൽ, ഫൈനാൻഷ്യൽ, സെക്ഷുവൽ ഇങ്ങനെയുള്ള അബ്യൂസസ് അവർ നേരിടുന്നുണ്ട്. ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ ഇത് അവർ പുറത്തു പറയില്ല. അഭിമാനം സമ്മതിക്കില്ല. ഞാൻ ആണാണ്, ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേട്. ഒരു പെണ്ണ് എന്നെ പീഡിപ്പിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണെന്ന് കരുതി പുറത്ത് പറയാത്ത എന്നെ കുറിച്ചിട്ട് ആ, ആണത്തില്ലാത്തവെന്നുള്ള ഉള്ളൊരു ലേബലിംഗ് ലേബൽ വരും. വരുമോ എന്നുള്ള പേടിയുണ്ട് അവർ പുറത്ത് പറയാതിരിക്കും. പക്ഷെ ഈ പറഞ്ഞ പോലെ ഈ കൈൻഡ് ഓഫ് അബ്യൂസസ് എല്ലാം അത് ഏത് രീതിയിലുള്ളതും ആയിക്കോട്ടെ, നമ്മളിപ്പോ അബ്യൂസസ് ജെൻഡർ ബേസ്ഡ് അല്ല. ഗാർഹിക പീഡനം എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും അടി ഇടി തൊടി ഫിസിക്കൽ മാത്രമല്ല, നമ്മുടെ നേരെ ഇമോഷണലി നമ്മളെ ട്രോമറ്റൈസ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇമോഷണലി നമ്മളെ ഡൗൺ ആക്കുന്ന പല കാര്യങ്ങളും ഡൊമസ്റ്റിക് വയലൻസിന്റെ വയലൻസിന്റെ അണ്ടറിൽ വരുന്ന. അതായത് ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി, കുട്ടികളുണ്ടാവുന്നില്ലേ, നിരന്തരമായ ചോദ്യം, അതുപോലും ഡൊമസ്റ്റിക് വയലൻസിന്റെ. അതായത് അവർക്കൊരു മെന്റൽ പ്രഷർ വരുവാണ്, ദാറ്റ് ഈസ് മെന്റൽ അബ്യൂസ്. ആ ദമ്പതികൾക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു മെന്റൽ അബ്യൂസ് ആണത്. സൈക്കോളജിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം പല കാര്യങ്ങളും ഈ പറയുന്ന സ്കിൻ കളറിന്റെ ബുള്ളിങ്, ഈ സാധനമൊക്കെ നമ്മളെ എത്രത്തോളം മെന്റലി ഡ്രെയിൻഡ് ഔട്ട് ആക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മളെ എന്തെങ്കിലും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലും ഉപദ്രവം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവും. അതേ കാര്യം നമ്മൾ വേറൊരാളുടെ അടുത്ത് ചെയ്യുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു വിഷമത്തെ കുറിച്ചിട്ട് ആരും ചിന്തിക്കുന്നില്ല. അത് കൂടുതലും എനിക്ക് തോന്നുന്നു സ്ത്രീകളുടെ അടുത്ത് വൾണറബിലിറ്റിയുടെ ബേസ് ചെയ്തിട്ടായിരിക്കും. കാരണം നമ്മൾ ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്, നമുക്ക് എന്തും നമ്മളുടെ അണ്ടറിലുള്ള ആൾക്കാരെ ചെയ്യാം. ഇതിനപ്പുറം വേറൊന്നും നമ്മളോട് പറയാനോ ഉപദ്രവിക്കാനോ ചെയ്യാനോ പോണില്ല എന്നുള്ള ഒരു കോൺഫിഡൻസ്, ആ ഒരു ഡോമിനൻസ് കൊണ്ടുവന്നിട്ടാണ് സ്ത്രീകളെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ അടിച്ചമർത്താനായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, ഞാൻ വീട്ടിലേക്ക് പോയി, വീട്ടിൽ നിന്ന് ചെല്ലുമ്പോ എനിക്ക് കിട്ടുന്നത് അതൊക്കെ നീ സഹിക്കേണ്ടതാണ്, എന്ത് വന്നാലും സഹിച്ചു നിൽക്കേണ്ടവളാണ് സ്ത്രീ, ഭൂമിയോളം ക്ഷമ വേണ്ടവളാണ് സ്ത്രീ എന്ന് പറഞ്ഞ് തിരിച്ചു വിടുകയാണ്. അപ്പൊ അവർക്കും അറിയാം, ഇത് പോയാലും ഇത്രത്തോളം. അത് വീട്ടിൽ നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത്, പെൺകുട്ടികളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെ, നീ എന്തൊക്കെ സഹിച്ചാലും എന്തൊക്കെ അനുഭവിച്ചാലും പുരുഷന്റെ അണ്ടറിൽ നീ കിടക്കണം എന്നുള്ളൊരു സാധനമാണ് വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നതെന്ന് നമ്മൾ കേട്ടു. പക്ഷെ പുരുഷന്റെ അടുത്ത് നമ്മൾ നല്ല രീതിയിൽ, അതായത് നമ്മളൊക്കെ പറയും നമ്മളെ വളർത്തിയതിന്റെ ദോഷത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറയും. പക്ഷെ നമ്മൾ എത്രത്തോളം മോശം സാഹചര്യത്തിൽ വളർന്നു വന്നാലും ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് തന്നെത്താനെ ഒരു സെൽഫ് ലേണിംഗ് എബിലിറ്റീസ് ഉണ്ട്. നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന അല്ലാതെ നമ്മൾക്ക് എന്തെങ്കിലും പോരായ്മകളുണ്ട് അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഇഷ്യൂസ് ഉണ്ട്, എനിക്ക് ആങ്കർ മാനേജ്മെന്റ് പറ്റുന്നില്ല, എൻ്റെ ദേഷ്യം എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് ഓൾട്ടർനേറ്റീവ്സ്, എങ്ങനെ എൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാം, അതൊക്കെ ഞാൻ എൻ്റെ പേഴ്സണലി കറക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ എനിക്കത് ഉണ്ട്, എനിക്കൊരാളിൽ അത് തീർക്കാം എന്നുള്ളൊരു രീതിയിലേക്ക് നടത്തുമ്പോൾ അത് പുരുഷന്മാർ ചെയ്യുമ്പോൾ അതിനെ നോർമലൈസ് ചെയ്യും. സ്ത്രീകൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര വലിയ പ്രശ്നമാവും. അവള് അവന്റെ തലയിൽ കയറിയിരിക്കുകയാണ് എന്നുള്ള സാധനമൊക്കെ വരും. ഇത് ശരിക്കും ചെറുപ്പത്തിൽ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, അത് ആണിനെ ആയാലും പെണ്ണിനെ ആയാലും പറഞ്ഞ് പഠിപ്പിക്കുന്നതിലുള്ള വ്യത്യാസമുണ്ട്. ആൺകുട്ടികളോട് പറയും, നീ ആണാണ്, നിന്റെ മേലെ ഒരാൾ കൈവെക്കാൻ പാടില്ല. ജെൻഡർ റോൾസ് ഡിഫൈൻ ചെയ്യുന്നുണ്ട് സൊസൈറ്റിയിൽ. ജെൻഡർ റോൾസ് ഡിഫൈൻ ചെയ്യുമ്പോൾ വരുന്ന കുറെ കാര്യങ്ങളാണ് ഇതെല്ലാം. ആൺകുട്ടികൾ കരയാൻ പാടില്ല എന്നുള്ള, അതായത് ഇമോഷൻസ് സപ്രസ് ചെയ്യാൻ പഠിപ്പിക്കുക. ദേഷ്യപ്പെട്ടു കഴിഞ്ഞാല് അവന് ഭയങ്കര ദേഷ്യമാണ്, അത് ഭയങ്കര ഒരു പോസിറ്റീവ് സാധനമായിട്ട്, അയ്യോ അവന് ഭയങ്കര ദേഷ്യം, മോള് വേണം ഇനി അത് ശരിയാക്കാൻ. ഈ 10-30 വർഷമായിട്ട് അവർ സ്വന്തം തള്ളയ്ക്കും തന്തയ്ക്കും അവരുടെ ദേഷ്യം ശരിയാക്കാൻ പറ്റിയിട്ടില്ല. ഇനി വന്നു കയറുന്ന മോള് വേണം മോന്റെ ദേഷ്യം ശരിയാക്കാൻ. എങ്ങനെ ശരിയാക്കണം? അതെ, എങ്ങനെ ശരിയാക്കണ്ടേ? അത് നമുക്ക് പെട്ടെന്ന് സ്വിച്ച് ഇട്ട പോലെ മാറ്റാൻ പറ്റുന്ന സ്വഭാവമൊന്നുമല്ല. സ്വഭാവത്തിലുള്ള ദൂഷ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ടേ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രായം വരെ എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം കൺട്രോൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിട്ട്, അപ്പം എൻ്റെ ദേഷ്യം ഞാൻ വേറൊരാളിൽ തീർക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഭയങ്കരമായിട്ട് സങ്കടമാവും, അയ്യോ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, വിഷമായി. പിന്നെ ഞാൻ പയ്യെ അത് മേക്കപ്പ് ചെയ്യാനായിട്ട്, അതെങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച്
വെച്ചിട്ട് ചിന്തിച്ചു തുടങ്ങി. ഇപ്പം എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരുന്ന ചില കാര്യങ്ങൾ വരുമ്പം ഞാൻ തന്നെ അതിന് വേറെ ഇപ്പം മൈൻഡ് ഡൈവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഇറിറ്റേഷൻ ലെവൽ കൂടാതെ എന്നെ ഞാൻ കൺട്രോൾ ചെയ്യേണ്ടത് എങ്ങനെയാണ്, കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൽ ഞാൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അവർക്ക് വിഷമാവുന്ന രീതിയിൽ എൻ്റെ ആ ഒരു ആങ്കർ എക്സിബിറ്റ് ചെയ്യാതിരിക്കാനൊക്കെ ഞാൻ ശ്രമിക്കാനായിട്ട് പയ്യെ ഞാൻ ശീലിച്ചു തുടങ്ങിയാൽ അത് ഇപ്പം ഞാൻ ചെയ്യുന്നത് അതൊരു പ്രശ്നമാണെന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ്. അപ്പം അത് പ്രശ്നമാണെന്ന് സമൂഹം ആൺകുട്ടികളിൽ പറഞ്ഞു കൊടുക്കുന്നില്ല. അവർക്കത് പെൺകുട്ടികൾ ദേഷ്യപ്പെടുവോ നമ്മളൊന്ന് തിരിച്ചു പറയുകയോ ചെയ്തു കഴിഞ്ഞാല് ഇങ്ങനെ പെരുമാറേണ്ടവളല്ല, ആ താന്ന് നിക്ക്, അതെ ഒരു പൊടിക്ക് അടങ്ങ്, അടങ്ങ് എങ്ങോട്ടേക്ക് കയറി പോകുന്നേ, ഇതൊക്കെ നമ്മൾ വീട്ടിൽ കേട്ടിട്ടുള്ള സാധനമാണ്. നീ എങ്ങോട്ടേക്ക് കയറി പോകുന്നേ, പിന്നെ ഇങ്ങനെ കയറി നടക്കുക എന്നുള്ള സാധനമൊക്കെ. അപ്പൊ ഇത് അതായത് ജെൻഡർ റോൾസ് നമുക്ക് ചെറുപ്പത്തിലേ ഡിഫൈൻ ചെയ്ത് തരുന്നതിന്റെ പ്രശ്നം ഇതിൽ ഒരുപാടുണ്ട്. പാടുണ്ട്. ഇപ്പോഴത്തെ കുട്ടികൾ, ഞാൻ പിന്നെ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിരുന്നു, ഇപ്പോഴത്തെ ജനറേഷനിൽ മാറ്റം വരുന്നുണ്ട്. ഇപ്പോഴത്തെ ജനറേഷൻ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്ത് നടന്നാലും ഓപ്പൺ ആയിട്ട് വന്ന് വീട്ടിൽ വന്ന് അച്ഛനോടോ അമ്മയോടോ പറയാനായിട്ട് മടിക്കുന്ന ജനറേഷൻ അല്ല. ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ഒരാളോട് ഇഷ്ടം തോന്നിയാൽ അവർ നേരിട്ട് വന്ന് വീട്ടിൽ വന്ന് പറയും. പറയും. നമ്മുടെ ജനറേഷൻ അതല്ല. ജനറേഷണൽ ട്രോമ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പ്രശ്നം ഉണ്ടായാൽ നമ്മൾ വീട്ടിൽ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാർഡ് നേരെ ഉൾട്ടടിക്കും, നമ്മുടെ തലക്കിട്ടിരിക്കും അത്, നീ ഇങ്ങനെ നടന്നിട്ടാണെന്നുള്ള സാധനം. അപ്പൊ നമ്മൾ എന്ത് പ്രശ്നം ഉണ്ടായാലും വീട്ടിൽ പറയില്ല. എല്ലാവരുടെയും ഒരു എക്സ്പീരിയൻസ് ആണത്. ഇതേ സെയിം സാധനം തന്നെയാണ് നമുക്ക് മാരേജ് ലൈഫിലും കിട്ടുന്നത്. എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ വീട്ടിൽ പറയില്ല. നിന്റെ കഴിവുകേടുണ്ടാ അല്ലെ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നുള്ളൊരു പ്രശ്നം വരും. അപ്പൊ ആ ഒരു ജനറേഷണൽ ഇഷ്യൂ നല്ല പോലെ ഇതിലുണ്ട്. അതെ. അപ്പൊ ഈ വീട്ടിൽ പറയാതിരിക്കുന്നതിന്റെ പേടി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്ന ഇഷ്യൂസിലെല്ലാം ഇപ്പൊ ഈ പറയുന്ന സൂയിസൈഡ് കൈൻഡ് ഓഫ് പ്രശ്നങ്ങളിലെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ റിപ്പോർട്ട്സിലെല്ലാം ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ. അതായത് വീട്ടിൽ ഇന്ന പോലെ ഉപദ്രവങ്ങൾ നേരിടുന്നുണ്ട്, സ്പോട്ടിൽ അവർ വീട്ടിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാലും അവരുടെ റെസ്പോൺസ് വരുന്നത് മോനെ കുറച്ചുകൂടെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ക്ഷമിക്ക്. അതെ അതായത് നമ്മൾ ഞാൻ റീസെന്റ് അതെ കണ്ട റിപ്പോർട്ടറിന്റെ ഒരു അതായത് ഇങ്ങനെ ഒരു ഡൊമസ്റ്റിക് വയലൻസ് ഫേസ് ചെയ്ത കുട്ടിയുടെ അമ്മ കരഞ്ഞോണ്ട് ആ അമ്മ വീട്ടിലിരുന്ന് പറയുവാണ്, അവൻ തന്നെയാണ് ഇത് ചെയ്തേ, അവൻ അവളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ അമ്മയ്ക്ക് അത് നേരത്തെ അറിയാം, അവൻ അവളെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു എന്ന് അമ്മയോട് അവള് പറഞ്ഞിട്ടുണ്ട്. ആ അമ്മ അന്ന് എന്ത് ചെയ്തു? നമ്മൾ എന്ത് ക്ഷമിക്കാൻ പറഞ്ഞാണ്, അതെ സഹിക്കാൻ സഹിക്കാൻ പറഞ്ഞാണ്. പറഞ്ഞു. എന്നിട്ട് ഇന്ന് അമ്മ കരയുവാണ് എന്റെ മോള് പോയെന്ന് പറഞ്ഞിട്ട്. നമ്മൾ കുഞ്ഞിലെ മുതൽ നമ്മളുടെ വീട്ടിൽ അച്ഛനും അമ്മയും നമ്മൾ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്യുമ്പം ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ നല്ല അടി കിട്ടുമെന്ന് പേടിച്ചിട്ട് നമ്മൾ പല കാര്യങ്ങളും. അപ്പം ആ അടി കിട്ടുന്നതിനെ നമ്മൾ നോർമലൈസ് ചെയ്യുക. അതായത് നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് നമ്മളെ ഉപദ്രവിക്കുന്നു, ആ ഉപദ്രവത്തിന്റെ വിഷമം മാറ്റാൻ ചിലപ്പോൾ ഒരു മുട്ടായി മേടിച്ച് തരുമായിരിക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ മോളെ വന്നിട്ടൊന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക്. പക്ഷെ ആ ഒരു തെറ്റിനെ എന്താ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപദ്രവമല്ലാതെ വേറൊരു മീൻസ് ഒരു പരിധി വരെ ഇപ്പം മലയാളി കുടുംബങ്ങളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മുടെ സൊസൈറ്റികളിൽ ജെന്റിൽ പേരന്റിങ്. അതെ ജെന്റിൽ പാരന്റിങ് പറ്റാത്ത ആൾക്കാരായിരുന്നു എന്ന് എനിക്കൊരു പരിധി വരെ തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ അപ്പം നമ്മളത് നോർമലൈസ് ചെയ്യുക. ഓക്കെ എന്നെ അടിച്ചു, നാളെ അത് ആ പെയിൻ മാറിക്കഴിയുമ്പോൾ നമ്മൾ അതിനോട് ഓക്കെ ആവുന്ന ഒരു സിറ്റുവേഷൻ. ഇത് എന്നെ ഹസ്ബൻഡിന്റെ വീട്ടിൽ ചെന്ന് നമ്മൾ വളർന്ന് വലുതായി, നമുക്ക് കുട്ടികളുണ്ടാകുമ്പോൾ നമ്മുടെ ഹസ്ബൻഡ് നമ്മളെ ഉപദ്രവിക്കുമ്പോഴും നമ്മൾ ഒരടി കൊണ്ടാലോ രണ്ടടി കൊണ്ടാലോ ആ വേദന മാറുമ്പോഴേക്കും നമ്മൾ ചിലപ്പം ഓക്കെ ഇനി നാളെ തൊട്ട് നോർമൽ, പിന്നെ ഡെയിലി റൊട്ടീൻസ് കണ്ടിന്യൂ ചെയ്യുന്നു, ആ വിഷമം മറക്കുന്നു. അല്ലെങ്കിൽ ഹസ്ബൻഡ് ഒരു ഫുഡ് ഇപ്പൊ നമ്മൾ ആ സിനിമ ജനഗണമനക്കകത്താണെന്നോ അല്ലെ ഇടിയപ്പവും ചിക്കൻ കറിയും ജയ 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 ഇടിയപ്പം ഇത് മേടിച്ചു തരുമ്പോഴത്തേക്ക് നമ്മുടെ സങ്കടം മാറുന്നുള്ളൊരു വിശ്വാസം, പോട്ടടി എന്നുള്ളൊരു വാക്കിൽ ചിലപ്പോ. പിന്നെ സ്ത്രീകൾ പിന്നെ അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യമൊക്കെ കല്യാണം കഴിഞ്ഞ് ഒരു 2 വർഷത്തിനകം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറയും എനിക്ക് നിന്റെ അടുത്ത് മാത്രമല്ലേ ദേഷ്യപ്പെടാൻ പറ്റുള്ളൂ, എനിക്ക് നീ അല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള സ്നേഹം കൊണ്ടുള്ള വാക്കുകൾ കേൾക്കുമ്പോഴും നമ്മൾ വിചാരിക്കും ആ സ്നേഹം കൊണ്ടാ, അല്ലെങ്കിൽ ഇത് ഇനി ഉണ്ടാവത്തില്ല, റിപ്പീറ്റ് ചെയ്യത്തില്ല എന്നുള്ളത്. പക്ഷെ പയ്യെ അതിന്റെ ഇന്റൻസിറ്റി കൂടും. ഈ പറയുന്ന കൈൻഡ് ഓഫ് ഉപദ്രവങ്ങളുടെ അതെ തിരിച്ച് പ്രതികരിക്കില്ല എന്ന് ഉറപ്പ് വരുമ്പോഴത്തേക്കും അടിയുടെയും ഇടിയുടെയും തൊഴിയുടെയും മെന്റൽ അബ്യൂസിന്റെ എല്ലാം ഒരു സ്ട്രെങ്ത് കൂടും. പിന്നെ മെയിൻ റീസൺ ഡൗറി. ഈ കാലഘട്ടത്തിലും എന്തുകൊണ്ടാണ് ഉപദ്രവിക്കുന്നത്? നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടാണോ? ഇല്ലെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുരുഷനാണെങ്കിലും ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ അത് ഓക്കെ, ചെറിയ കാര്യത്തിന് ദേഷ്യം വരും 2 അടി തരുന്നവരാണെങ്കിൽ തിരിച്ച് 2 എണ്ണം കൊടുത്തേക്കുക. പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഉപദ്രവങ്ങളിലേക്ക് പോകുന്നത്? എന്തുകൊണ്ടാണ് ഫാമിലി ഇൻവോൾവ്മെന്റ് വരുന്നത്? മെയിൻ ആയിട്ടും
ഫൈനാൻഷ്യൽ ഇഷ്യൂസ് വരുമ്പോൾ ഡൗറി ഈ കാലഘട്ടത്തിലും ഡൗറി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ പറയാണ് ആ ചെറുക്കൻ ഡൗറി ഒന്നും ചോദിച്ചിട്ടില്ല, സ്ത്രീധനമേ ചോദിച്ചിട്ടില്ല, പെണ്ണിനെ മാത്രം മതി എന്നാ പറഞ്ഞു. ഈ പക്ഷേ സ്ത്രീധനം ചോദിച്ചിട്ടില്ല എന്ന് പറയുന്നത് തന്നെ പ്രശ്ന. ആ അവിടെ അവരൊന്നും ചോദിച്ചില്ല. ചോദിച്ചിട്ടില്ല. പക്ഷെ ഒരു പെണ്ണിനെ ഇറക്കി വിടുമ്പോ എന്തെങ്കിലും കൊടുക്കണ്ടേ? നിങ്ങൾ എങ്ങോട്ടാ ഈ പെണ്ണിനെ ഇറക്കി വിടുന്നത്? എങ്ങോട്ടാ ഇറക്കി വിടുന്നത്? കുടുംബത്തിൽ നിന്ന് പണി ഉള്ളതും കൊണ്ടൊക്കെ അങ്ങ് പൊക്കോ, എന്നിട്ട് അവിടെ പോയി എന്നാന്ന് വെച്ചാൽ അനുഭവിച്ചു. അതാണോ എന്നറിയത്തില്ല മെന്റാലിറ്റി. അവരൊന്നും ചോദിച്ചില്ല. പക്ഷെ ഒരു പെണ്ണിനെ ഇറക്കി വിടുമ്പോ നമ്മളൊരു മര്യാദ കാണിക്കണ്ടേ, എന്തെങ്കിലും കൊടുക്കണ്ടേ? ആ കൊടുക്കൽ നിർത്തിയാൽ പകുതി പ്രശ്നം തീരും. ഇനി അവരൊന്നും കൊടുത്തില്ല, നിങ്ങളൊന്നും തന്നില്ലല്ലോ, പെണ്ണ് സ്വർണ്ണം ഇട്ടില്ലല്ലോ, പെണ്ണ് കാശൊന്നും കൊണ്ടല്ലോ വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയാ. പെണ്ണിന് വിദ്യാഭ്യാസം ഉണ്ടോ? സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമോ? അതാണ് ഏറ്റവും വലുത്. ഈ കണ്ടോണ്ടിരിക്കുന്ന ഇത് എത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഇത് കണ്ടോണ്ടിരിക്കുന്ന സ്ത്രീകൾ, നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിലും കഴിക്കാൻ പോകുന്നവരാണെങ്കിലും ഇനി കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലാത്തവരാണെങ്കിലും സെൽഫായിട്ട് സ്വന്തം കാലിൽ നിൽക്കാനായിട്ട്, ഇനി നിങ്ങൾക്ക് ഹൗസ് വൈഫ് ആയിട്ട് ഇരിക്കാനാണ് ഇഷ്ടം, അങ്ങനെ ജോലിക്കൊന്നും പോവണ്ട, എനിക്ക് ഹൗസ് വൈഫ് ആയിട്ടിരിക്കാൻ ഇരുന്നാ മതി എന്നുണ്ടെങ്കിൽ ഇരുന്നുണ്ണാനുള്ളത് കയ്യിലുള്ളവരാണെങ്കിൽ അങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ സ്വന്തം കാലിൽ നിന്ന് പോയി പണി നോക്കടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോരാനുള്ളൊരു കെൽപ്പ് കയ്യിലുള്ളവരാണെങ്കിൽ, ഇരുന്നുണ്ണാനായിട്ട് വീട്ടിൽ ആസ്തിയുണ്ട്, എന്റെ വീട്ടിൽ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പണിക്ക് പോകണ്ട, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. ഇപ്പൊ ഈ സൂയിസൈഡൽ കേസസിലൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഹോപ്പ്ലെസ് അല്ലെങ്കിൽ ആ ഒരു ഹെൽപ്ലെസ് എന്ന് പറയുന്ന അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നത് ചുറ്റുവട്ടത്തുള്ളവർ തന്നെയാണ്. അവരവരുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് പലരെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടാവും. ഈ ഹെൽപ്പ് ഒന്നും കൊടുക്കാതെ ചുറ്റും നിന്നവരെല്ലാം അതിൽ നിന്ന് അവളെ പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക, അല്ലെങ്കിൽ നീ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് സഹകരിക്കുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു പറഞ്ഞ് ഫോഴ്സ്ഫുള്ളി അവളെ അവിടെ തന്നെ ആ അബ്യൂസീവ് എൻവയോൺമെന്റിൽ തന്നെ വെച്ചോണ്ടിരുന്ന് അവൾ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവരെല്ലാം നേരെ കോയിന്തിരിക്കും. അപ്പോഴേ അവളോട് ഞങ്ങൾ പറഞ്ഞതാ നീ ഇങ്ങോട്ട് വന്ന് നിൽക്കുക, അപ്പൊ അവള് കുഞ്ഞുങ്ങളെ വിചാരിച്ചു അത് അങ്ങനെ പിന്നീട് ബ്ലെയിം ഫുൾ അവളുടെ പേരിലാവും അല്ലെങ്കിൽ അവന്റെ പേരിലാവും. ഈ സാധനം നമ്മള് ചുറ്റുമുള്ളവരൊന്ന് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു അടി കിട്ടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒരു ഉപദ്രവം നേരിടുന്ന ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ നമ്മൾ അവിടെ സേഫ് അല്ല എന്ന അർത്ഥം. അവിടെ നമ്മൾ സേഫ് അല്ലാത്തടത്തോളം നമ്മളല്ല സേഫ് അല്ലാത്ത എൻവയോൺമെന്റിൽ കടിച്ചു തൂങ്ങേണ്ട ആവശ്യമില്ല. ആ കടിച്ചു തൂങ്ങേണ്ട സാഹചര്യം വരുന്നതാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എനിക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം. ഇപ്പൊ തിരിച്ചു ചെന്ന് കഴിഞ്ഞാൽ വീട്ടിലെ നാണക്കേട്, വീട്ടുകാര് തിരിച്ചു കയറ്റുമോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഡിവോഴ്സ്ഡ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൊസൈറ്റി ആ സ്ത്രീക്ക് കൊടുക്കുന്ന ഒരു, പുരുഷന്മാർക്ക് കുഴപ്പമില്ല, പുരുഷന്മാർക്ക് യാതൊരു പ്രശ്നമില്ല, അവൻ ഡിവോഴ്സ്ഡ്, രണ്ടാം വിവാഹം കഴിക്കണം, ഇത്ര ചെറുപ്പമല്ലേ മോന്റെ ലൈഫ് അങ്ങനെ കളയാൻ പറ്റുമോ, നീ രണ്ടാമതൊന്ന് കെട്ടണം. ഇനി ഡിവോഴ്സ്ഡ് ആയ സ്ത്രീയോട് പറയുന്നതോ രണ്ടാമത് കെട്ടാനോ, ഒന്ന് കഴിച്ചിട്ട് പിന്നെ കെട്ടാനോ, അങ്ങനെ കുറെ നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്ന ഒരു പ്രഷറുണ്ട്. ആ ഒരു പ്രഷർ എനിക്കറിയത്തില്ല ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യുമെന്നുള്ളത്. ഇനി എനിക്ക് തോന്നുന്നില്ല ഈ ഡൊമസ്റ്റിക് വയലൻസിൽ ഇപ്പൊ സൂയിസൈഡ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ കേസസിൽ എത്ര കുട്ടികൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സെൽഫായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വർക്കിംഗ് വിമൺ ആയിരുന്നു എന്നുള്ളത് എനിക്കറിയില്ല. ആയിരുന്നെങ്കിൽ തന്നെ അവർക്ക് സ്വന്തമായി നിലപാടെടുത്ത് ഇറങ്ങി വരാനുള്ള ധൈര്യം ഇല്ലായിരുന്നു. അത് ഈ പറഞ്ഞ പോലെ ജോലി ചെയ്യുന്നവരായിരിക്കാം, വെൽ എഡ്യൂക്കേറ്റഡ് ആയിരിക്കാം. ഇപ്പൊ ഈ മരിച്ചവരിൽ പലരും നല്ല എഡ്യൂക്കേഷൻ ഉള്ളവരാ. അതായത് ഏറ്റവും അവർക്ക് അവരുടെ ലൈഫ് സെക്യൂർ ആക്കാനായിട്ട് ഒരു പ്രൊഫഷൻ ലീഡ് ചെയ്യാനായിട്ട് കപ്പാസിറ്റി ബിൽഡ് ചെയ്തവരാണ് അവരെല്ലാം. പക്ഷെ അതിലുപരി ആ ഒരു ഡൗൺ ടൈം എന്ന് പറയുന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതിരിക്കുക, നമ്മുടെ ആ ഒരു മെന്റൽ സ്ട്രെങ്തിനെ നമുക്ക് മുമ്പോട്ട് വെക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഇമോഷണൽ ഡ്രെയിൻ ഔട്ടിന്റെ മുകളിൽ നമ്മുടെ മെന്റൽ സ്ട്രെങ്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരു സാഹചര്യം. അതിനാണ് ഈ പറയുന്ന പോലെ നമുക്ക് ഫാമിലിക്ക് പറ്റിയില്ലെങ്കിൽ നെക്സ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ധൈര്യം നമ്മൾ കാണിക്കണം. അല്ലാതെ ഇപ്പം എനിക്ക് ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഒരാളുടെ അടുത്ത് ഹെൽപ്പിന് ചെന്നു അയാൾ സഹായിക്കുന്നില്ല, എനിക്ക് ആരുമില്ല, നമുക്ക് ഇവിടെ നമ്മുടെ ഒരു നല്ലൊരു സിസ്റ്റം ഉണ്ട്. ഇപ്പൊ ഷാർജയിലാണ് 2 കേസസ് നടന്നത്. അവിടുത്തെ സിസ്റ്റം എന്താണെന്ന് എനിക്കറിയില്ല. ഇനി അവർക്ക് ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഹെൽപ്പ് വിളിച്ച് എനിക്ക് തോന്നുന്നില്ല. ദുബായ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രിമിനൽ സിസ്റ്റം അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പോൾ അവിടെ ഒരു ഹെൽപ്പ് ചോദിക്കാനായിട്ട് പ്രയാസം ഉണ്ടായിരുന്നോ എന്നറിയില്ല. എന്തായാലും നമ്മുടെ കേരളത്തിൽ അതിന് വേണ്ടിയുള്ള ഹെൽപ്പ് ലൈൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇനിയിപ്പം നിങ്ങൾക്ക് എങ്ങോട്ടും പോകാനായിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ, അബ്യൂസ്
നേരിടുമ്പോൾ നേരെ ഇറങ്ങാൻ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോവുക, അവിടെ ഇരിക്കുക, അവരെന്താന്ന് വെച്ചാൽ നമുക്കുള്ള തീരുമാനം ഉണ്ടാക്കി തരും. അല്ലെങ്കിൽ പോലീസ് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്, അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വന്ന് നമ്മളെ പിക്ക് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിരുത്തും, വീട്ടുകാരെ വിളിപ്പിക്കും, ഈ പറഞ്ഞ ആൾക്കാരെ എല്ലാം വിളിപ്പിക്കും. അപ്പോഴും അവിടെ ഒരു കോംപ്രമൈസ് ടോക്ക് എന്നുള്ളൊരു സാധനം വീട്ടുകാർ ഇനീഷ്യേറ്റ് ചെയ്യും, ഒബ്വിയസ്ലി ഇനീഷ്യേറ്റ് ചെയ്യും. പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയാനുള്ള ധൈര്യം ഉറപ്പായും കാണിക്കണം. നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെയാ. നമ്മൾ ആ ഒരു ഇമോഷന്റെ പേരിൽ അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് എന്തെങ്കിലും കാണിക്കണം, എനിക്ക് ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എന്തെങ്കിലും സൊല്യൂഷന് വേണ്ടിയിട്ട് പോകും. അതാണോ നമുക്ക് ആവശ്യം എന്നുള്ളത് അറിയാം. അതായത് ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് സൊല്യൂഷൻ നമുക്ക് കിട്ടി, അതിൽ നമ്മൾ ഓക്കെ ആണോ, എനിക്ക് ജീവിതം ലീഡ് ചെയ്യാനായിട്ട് ആ ഒരു സൊല്യൂഷൻ മതിയോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. നമുക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് നാളെ വീണ്ടും ഉണ്ടാകുമ്പോൾ അപ്പം നോക്കാം എന്നുള്ള ഇതിലേക്ക് പോകാതെ നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ വേണം. നമ്മുടെ ജീവിതത്തിൽ ഇനി ഈ കൈൻഡ് ഓഫ് ഉപദ്രവം നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരരുത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പാറ്റേണിനോട് യൂസ്ഡ് ആയിപ്പോവും. നമ്മളെല്ലാവരും മനുഷ്യരെല്ലാ സിറ്റുവേഷൻസിനോടും അഡാപ്റ്റ് ആവുന്നവരാ. ഇപ്പം നമ്മൾ ഏറ്റവും ലക്ഷൂറിയസ് ലൈഫ് ലീഡ് ചെയ്തിട്ട് പെട്ടെന്നൊരു വീഴ്ച വന്നു, നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് വന്നാലും നമ്മൾ അതിനോട് അഡോപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. നമ്മൾ ആ ഒരു അഡാപ്റ്റേഷൻ കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ ഒരടി, പിന്നെ ഒരു തെറിവിളി, ഈ സാധനം നമ്മൾ ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് അതിൻ്റെ എക്സ്ട്രീമിറ്റിയിൽ എത്തുമ്പോഴായിരിക്കും ചിലപ്പോൾ നമുക്ക് പ്രതികരിക്കണം എന്നുള്ള തോന്നലിലേക്ക് എത്തുന്നത്. ആദ്യമേ പ്രതികരിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത്രയും വരെ പോകേണ്ടി വരില്ലായിരുന്നു. ഇപ്പം ചിലർ പോലീസിനെ പേടിച്ചിട്ട് ഉപദ്രവിക്കാതിരിക്കും, അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ കംപ്ലൈൻറ്റ് ചെയ്തു, പോലീസുകാർ വീട്ടിൽ വന്നു, നാണക്കേട് പേടിച്ചിട്ട് പിന്നെ അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കും, ഇല്ലെങ്കിൽ സൊസൈറ്റി, ഇല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് അറിഞ്ഞതിൻ്റെ പേരിൽ. അപ്പോൾ സ്നേഹം എന്നുള്ളിടത്ത് ചിലപ്പോൾ ഈ സാധനങ്ങളൊക്കെ കുറവായിരിക്കും. അത് ഈ ഇഷ്ടം, സ്നേഹം, ആ സാധനത്തിൻ്റെ ഒരു ഒരു മാറ്റം വരിക എന്ന് പറയുന്നത് സോഫ്റ്റ് കോർണർ ഫീൽ ചെയ്യാന്ന് പറയില്ലേ, എല്ലാം കംപ്ലൈന്റ് കൊടുത്തു കഴിയുമ്പോൾ അവർ അനുഭവിക്കുന്ന കാണുമ്പോൾ അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു എന്നുള്ളൊരു തോന്നല് നിങ്ങൾ അനുഭവിച്ചതും കൂടെ മനസ്സിൽ വെച്ചിട്ട് അത് തോന്നുക. അതേ ഉള്ളൂ. നമുക്ക് നമ്മളായിരിക്കണം പ്രയോറിറ്റി എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കുക. കാരണം നമ്മളെ സേഫ് ആക്കി വെക്കാൻ നമുക്കേ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റുമുള്ളവർക്ക് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞിട്ടേ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ സപ്പോർട്ട് ചെയ്യില്ല എന്നല്ല, എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യും. പക്ഷെ എന്നാലും നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അവരതിൻ്റെ പേരിൽ എത്ര ന്യായീകരണങ്ങൾ നമുക്ക് മുമ്പിൽ നിരത്തിയാലും നമുക്കുണ്ടായ ആ ഒരു ട്രോമ എന്ന് പറയുന്നത് നമുക്ക് മാറ്റാൻ പറ്റും. ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൺസ് ഫേസ് ചെയ്ത സാധനം നമ്മൾ ലൈഫ് ലോങ് നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് ട്രോമറ്റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് ഓവർകം ചെയ്ത് വരിക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. അത് അത്രയും കഴിഞ്ഞ് വരുമ്പോൾ വീണ്ടും ഇതുപോലെ തന്നെ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് നമുക്കൊട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഈ പറയുന്ന സൂയിസൈഡ് ആണെങ്കിലും എന്താ പറയുക, നമ്മൾ വീട്ടിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്കാണെങ്കിലും ഒന്നും അതിനൊരു ഇൻസ്റ്റൻറ്റ് സൊല്യൂഷൻ തരുന്നില്ല. സൊല്യൂഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ എൻവയോൺമെൻറ്റിനെ നമ്മൾ സഹിക്കാതെ പ്രതിരോധിക്കുക, പ്രതികരിക്കുക. അതിൽ നിന്ന് ഡൗറി ഒരു വലിയ ഇഷ്യൂ തന്നെയാണ്. ഇപ്പൊ നമ്മുടെ എനിക്ക് തോന്നുന്നു മധ്യ കേരളത്തിൽ അത്ര വലിയ ഇഷ്യൂസ് കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടില്ല, റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറയണം. ഇഷ്യൂസ് ഉള്ളവരുണ്ടായിരിക്കാം. പക്ഷെ കൊല്ലം നമ്മളൊരു ജില്ലക്കാരെ ആക്ഷേപിച്ചോ അധിക്ഷേപിച്ചോ മറ്റേ സെക്ഷൻ ചെയ്തോ ഒന്നും പറയുമല്ല. പക്ഷെ നമ്മുടെ ഒരു അനുഭവം വെച്ച് ഇങ്ങോട്ടൊക്കെ കല്യാണം ആലോചിച്ച് വന്നു കഴിഞ്ഞാൽ കൊല്ലത്തോട്ടോ തിരുവനന്തപുരത്തോട്ടോ അയ്യോ കൊടുക്കാൻ പറ്റത്തില്ല. എൻ്റെ കൂടെ എൻ്റെ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്നവള് തിരുവനന്തപുരംകാരിയാണ്. അവളിങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അവളിങ്ങനെ പറയായിരുന്നു, സ്ഥലം മേടിച്ചിട്ടേക്കുക എന്റെ കല്യാണത്തിന്, അത് വിറ്റിട്ട് വേണം സ്ത്രീധനം കൊടുക്കാൻ. അപ്പൊ ഞാൻ പറഞ്ഞു അത് വിറ്റിട്ട് സ്ത്രീധനം കൊടുക്കാനോ, സ്ഥലവും വീടും വിറ്റിട്ട് വേണം സ്ത്രീധനം. അപ്പൊ നീ തലയ്ക്ക് വല്ല ഓളം ഉണ്ടോ? അപ്പൊ ഈ പറയുന്ന ആള് ഓൾറെഡി ഗ്രാജുവേഷനും കഴിഞ്ഞ് അടുത്ത ടെസ്റ്റ് ഒരു ജോലിക്ക് കയറാൻ വേണ്ടിട്ട് അത്രയും കപ്പാസിറ്റി അവർക്കത് വേണ്ടെന്നുണ്ടെങ്കിലും വീട്ടിൽ നിന്നുള്ള ഇത്, അതായത് അപ്പുറത്തെ ആൾക്കാർ എത്ര കൊടുത്തു, അവര് ചില്ലറ കാശൊന്നും അല്ല കൊടുക്കുന്നേ. അയ്യോ എനിക്കറിയത്തില്ല ഇത്രയൊക്കെ കാശ് കിട്ടുമെന്ന് കല്യാണത്തിനെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പണി ഇല്ലെങ്കിലും ഒരു കാറും ഇത്ര ലക്ഷം രൂപ മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ളതാണ് ചിലയിടത്തെ കൺസെപ്റ്റ്. ഇത് സീരിയസ് ആയിട്ടും അവൾ എന്നോട് ഷെയർ ചെയ്തൊരു കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നി ഇതൊക്കെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ഒരു സാധനം. അതെ, നമ്മള് പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം തുടങ്ങിയതിന്റെ റീസൺ അതിപ്പം നമ്മൾ പഴയ ആൾക്കാരെ എടുത്തു കഴിഞ്ഞ് ഈ പറയുന്ന പോലെ സ്ത്രീധനം ഒന്നും ആയിരുന്നില്ല, പെണ്ണ് മതിയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ
ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് കൂടി വന്നപ്പോഴാണ് അവരെ സേഫ് ആക്കി വെക്കാൻ, അവൾക്ക് എന്തെങ്കിലും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ ആ ഒരു ബലത്തില് മുതലുണ്ട്, അതുകൊണ്ട് ഉപദ്രവിക്കില്ല, അല്ലെങ്കിൽ അതുകൊണ്ട് സ്നേഹിച്ചോളും, അതാണ് അവന് വേണ്ടതെന്ന് കാശ് കൊടുത്ത് സ്നേഹം മേടിക്കാനുള്ളൊരു സെറ്റപ്പാണ് ഇതാണ് തുടങ്ങിയതെന്ന് തോന്നുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുന്നോണ്ടുള്ള ഇതായിരിക്കും തോന്നലിൽ വരുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പം ഇവരെ സേഫ് ആക്കാൻ കൊടുക്കുന്ന സാധനത്തിന് പിന്നെ പിടിച്ചുവരെയായി. അവരെ എത്ര തരും, നിങ്ങൾ എത്ര കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇത്ര വേണം, അത് ഇത്ര ഇതൊരു മാർക്കറ്റാ. ഭയങ്കര പ്രോഫിറ്റ് നോക്കി മാത്രം കല്യാണം കഴിക്കുന്നവരുണ്ട്. ഇവനെ ഞാൻ ഡോക്ടർ ആക്കാനായിട്ട് പഠിപ്പിച്ചത് സ്ത്രീധനം ഇങ്ങോട്ട് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാ. നിന്നെ ഞാൻ MBBS വിട്ടത് വേറൊന്നിനും അല്ല, അത് കാണിച്ചിട്ട് വേണം അടുത്തടുത്തുനിന്ന് മേടിക്കാനായിട്ട്. അതിപ്പോ ഒരു കുടുംബത്തില് പെങ്ങളുണ്ട്, ആങ്ങളുണ്ട്, ആണും പെണ്ണും ഉള്ള കുടുംബങ്ങളാണെന്നുണ്ടെങ്കിൽ നിന്റെ പെങ്ങളെ കെട്ടിച്ചപ്പോ ഇത്ര കൊടുത്തു, അപ്പൊ നിന്നെ കെട്ടിക്കുമ്പോ അതിന്റെ ഇരട്ടി തിരിച്ചു വരണം, അവിടെ ലാഭം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലുള്ളതും. ഇതൊക്കെ നമ്മൾ പറയുമ്പോ നമുക്ക് അങ്ങനെ ചിന്തിക്കുന്ന കുടുംബങ്ങളുണ്ടോ എന്നാ നമ്മളിപ്പോ പറയുമ്പോ നിങ്ങൾക്ക് അത് നോർമലായിട്ട് ഫീൽ ചെയ്യില്ലായിരിക്കും. പക്ഷെ ഇത് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഇപ്പൊ നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിൽ പോലും, സ്വന്തം കുടുംബങ്ങളിലാണെങ്കിൽ പോലും സംസാരങ്ങൾ പോകുന്ന അങ്ങനെയാ. അവനെ ഇപ്പൊ കെട്ടിച്ചു കൊണ്ടെന്നുണ്ടെങ്കിൽ എന്താ 250 പവനും ഒരു 1 ലക്ഷം രൂപയും ഒക്കെ ഉണ്ടെങ്കിലേ 1 ലക്ഷം കുറഞ്ഞു കാറും ഒക്കെ ഉണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കുന്നുള്ളൂ. ഒരു പണിയില്ലാതെ നടക്കുന്നവരാണെങ്കിലും ആൺകുട്ടിയാണ്, സ്ത്രീധനം ഇത്ര 5 ലക്ഷം രൂപ 250 പവനുമാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്. കുടുംബ മഹിമ അതൊക്കെ നോക്കി. ഇപ്പൊ നമ്മൾ ജനിക്കുന്ന കുടുംബത്തിന് മഹിമയില്ലെന്നും പറഞ്ഞ് നമുക്ക് വിലയില്ലെന്നാണോ? ആ മഹിമ എങ്ങനെയാ നമ്മൾ ഉണ്ടാക്കുന്നത്? നമ്മുടെ സൊസൈറ്റിയിൽ നിൽക്കുന്ന എല്ലാ മനുഷ്യരും നമ്മളെ പോലെ തന്നെ ഉള്ളവരാ. അതിലൊരു മഹിമ കൊണ്ടുവരുന്നത് നമ്മൾ ജീവിച്ച് കാണിക്കുന്ന നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ ജീവിത നിലവാരവും നമ്മുടെ സ്വഭാവവും ഒക്കെ വെച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ ഉള്ളിടത്തുനിന്ന് അത് പോരാ. അപ്പൊ അത് കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളടത്തെയാണെന്ന് വിചാരിച്ചോട്ടെ. ഈ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോഴത്തേക്കും 10 പവനേ ഉള്ളൂ, നല്ല പൊലിപ്പിച്ചുള്ള സ്വർണ്ണം എടുത്തു. കണ്ട ഒരുപാടുണ്ടെന്ന് തോന്നുന്നു. 10 പവന്റെ സ്വർണ്ണം ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒരു 10-50 ഉണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നാട്ടുകാരെ കാണിച്ച് നമ്മൾ അങ്ങനെ അവരുടെ കണ്ണ് നിറയ്ക്കുന്നോണ്ടോ അല്ലെങ്കിൽ കണ്ണ് തള്ളിക്കുന്നോണ്ടോ നമ്മുടെ കുടുംബത്തിന് ഒരു ഗുണം ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് പിന്നീടും ഹോപ്പുകൾ കൂടുക, സൊസൈറ്റിയുടെ പ്രതീക്ഷകൾ കൂടുക. ഇപ്പം ഇതിനെതിരായിട്ട് നിലവിൽ നമുക്ക് നിയമങ്ങളുണ്ട്. അതായത് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റാണെന്ന് ആരെങ്കിലും ഈ കേരളത്തിലുണ്ടോ? എനിക്കറിയത്തില്ല. ഈ ഒരു നിയമം അറിയാൻ മേലാത്ത ഒരു കുഞ്ഞു പോലും നമ്മുടെ കേരളത്തിലുണ്ടാവില്ല. ലിറ്ററസി റേറ്റിൽ ഹൈയിൽ നിൽക്കുന്ന നമുക്ക് ഈ നിയമം അറിയില്ല. അത് നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ട ഒരു തീരുമാനമാണ്. ഞാൻ സ്ത്രീധനം മേടിക്കില്ല എന്ന് പറയുന്നിടത്ത് ഞാൻ സ്ത്രീധനം എന്നല്ല എന്ന് പറയുന്നത്. ഞാൻ എന്റെ വീട്ടിൽ നിന്ന് ഞാനൊരു കല്യാണം കഴിക്കാന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ്. അതിന് ഞാൻ എന്തിനു സ്വർണ്ണം ഇട്ട് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ അവർക്ക് കാശ് കൊടുത്ത് കല്യാണം കഴിക്കണം? ഇത് ശരിക്കും എന്റെ കല്യാണം ഞാൻ രജിസ്റ്റർ മാരേജ് ആയിട്ട് ഒരു രജിസ്റ്റർ ഓഫീസിൽ പോയി ഒപ്പിട്ട് നടത്താനിരുന്നാണ്. വീട്ടുകാരുടെ ഒറ്റൊരാളുടെ നിർബന്ധത്തിന്. ഞങ്ങൾ ഇത്ര പേരുടെ കല്യാണത്തിന് പോയിട്ടുണ്ട്, അവര് ഞങ്ങളെ എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഒതുക്കത്തിൽ നടത്താൻ പറ്റില്ല. ഒതുക്കത്തിൽ നടത്തിയ ഇതെന്തോ പ്രശ്നമുണ്ടെന്ന് ആൾക്കാർ പറയും. എന്തെങ്കിലും കുഴപ്പമുള്ള ചെറുക്കനെയാണോ കിട്ടുന്നത്, എന്തെങ്കിലും കുഴപ്പമുള്ള പെണ്ണിനെയാണോ കിട്ടുന്നത്? ഭയങ്കര മോട്ടിവേറ്റിംഗ് ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു IAS ഓഫീസർ, നമ്മുടെ ST ഗ്രൂപ്പിലുള്ള, അത് ഞാൻ അങ്ങനെ എടുത്തു പറയാൻ കാരണം അവർക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൊസൈറ്റിയിൽ നിന്ന്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരാൾ ധൈര്യത്തോടെ വീട്ടിലിരുന്ന് അവരുടെ പാർട്ട്ണറും ആ ആളുടെ പാർട്ട്ണറും ഫാമിലിയും മാത്രം വെച്ചിട്ട് വീട്ടിലിരുന്ന് 2000 രൂപ ചെലവിലാണ് അവർ രജിസ്റ്റർ ചെയ്തത്. അതായത് അങ്ങനെ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് രജിസ്റ്റർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് തനിയെ ഓൺലൈൻ രജിസ്റ്റർ ചെയ്തിട്ട് അതിനിപ്പം 1000 രൂപ എന്തോ ഉള്ളൂ. അതുകൂടാതെ ഒരാൾ വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ, അതായത് രജിസ്റ്റർ ഓഫീസേഴ്സ് രജിസ്റ്റർ ആയിട്ട് വീട്ടിൽ വരണമെന്നുണ്ടെങ്കിൽ അതിനൊരു എക്സ്ട്രാ 1000 രൂപയും കൂടെ അടച്ചു കഴിഞ്ഞാൽ 2000 രൂപയ്ക്ക് കല്യാണം നടത്തി അവർ എല്ലാവർക്കും, സൊസൈറ്റിക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മുടെ വീട്ടിൽ പറഞ്ഞപ്പോ രജിസ്റ്റർ, നീ ഇവളും ഉണ്ടായിരുന്ന ആ കൂട്ടത്തിൽ, രജിസ്റ്റർ മാരേജ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ഫസ്റ്റ് വന്നത് രജിസ്റ്റർ മാരേജ് ചെയ്തിട്ട് നിങ്ങളെ വീട്ടിൽ കയറ്റില്ല, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോക്കോ എന്നുള്ളൊരു റെസ്പോൺസ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയത്. അപ്പൊ പിന്നെ നമ്മള് ശരി, രജിസ്റ്റർ മാരേജ് വേണ്ട, വീട്ടുകാരുടെ ഇഷ്ടവും കൂടെ നോക്കണല്ലോ. മാരേജ് എന്ന് പറയുന്നത് സെലിബ്രേഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ബോണ്ടിങ് ആണ്. രജിസ്റ്റർ മാരേജ് ചെയ്ത് കഴിഞ്ഞാൽ സെലിബ്രേഷൻ ഉണ്ടാവത്തില്ല. ഒരു 10-20,000 ആൾക്കാരെ വിളിച്ചാലേ സെലിബ്രേഷൻ ഉണ്ടാവുള്ളൂ. അതായത് കല്യാണം കൂടാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മളിപ്പോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എടി നിന്റെ കല്യാണം എന്നാ, കൂടാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗാ, അതിന് നിന്നെയൊക്കെ ആര് വിളിക്കുന്നത്? കാരണം നമുക്ക് ഈ പറയുന്ന എല്ലാവരെയും വിളിച്ചു കൂട്ടി നമ്മുടെ കയ്യിൽ നിന്നുള്ള എക്സ്പെൻസ് മാനേജ് ചെയ്യാനുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നുണ്ടോ? നമുക്ക് നമ്മുടെ കേരളത്തിൽ, ഈ കൊച്ചു കേരളത്തിൽ നമുക്കൊന്ന് ജീവിച്ച് തട്ടിയും മുട്ടിയും ജീവിച്ചു പോകണമെങ്കിൽ ഒരു കല്യാണത്തിന്റെ പേരില് കടത്തിലായ
എത്ര കുടുംബങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. നിങ്ങളുടെ ചുറ്റും നോക്കിയാൽ തന്നെ നമ്മൾ സർവേയോ കണക്കുകളോ ഒന്നും എടുക്കുന്നില്ല. ഇതൊന്നും റിപ്പോർട്ടഡ് കണക്കുകളല്ല. ഇത് സ്വന്തം വീടും സ്ഥലവും പണയം വെച്ച് പെണ്ണിന്റെ കല്യാണം നടത്തിയവര്. നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടില് 10 ലക്ഷം രൂപ ഒരു ആൺകുട്ടി കടമെടുത്ത് കല്യാണം നടത്തി എന്നും പറഞ്ഞ് കടത്തിലായി. കല്യാണം കഴിഞ്ഞ് അവർക്ക് ലൈഫില്ല. പിന്നെ ഈ കടം വീട്ടുക എന്നുള്ളതല്ലാതെ പിന്നെ അവർക്കൊരു ജീവിതം ഇല്ല. അതുകൊണ്ടാണ് എല്ലാവരും മറ്റേ ബാച്ചിലർ ലൈഫിനെ മറ്റേ ഗ്ലോറിഫൈ ചെയ്യുകയും ബാധ്യതയായി പ്രാരാബ്ധമായി. മെയിൻ പ്രാരാബ്ധം വലിച്ചു വെക്കാതിരിക്കുക എന്നുള്ളത്. നമ്മൾ ടോപ്പിക് എന്ന് പറഞ്ഞു നമ്മൾ വീണ്ടും കല്യാണത്തിലേക്ക് വന്നു. അപ്പൊ ഡൊമസ്റ്റിക് വയലൻസ് മെയിൻ ഞാൻ വേറൊരു കാര്യം പറയാം, ജെൻഡർ ബേസ്ഡ് അല്ല എന്ന് പറഞ്ഞു. ആണുങ്ങളും ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്നവരുണ്ട്. അവർക്കും പിന്നെ ഇവരിത് പുറത്തു പറയാത്തത് ഒന്ന് അഭിമാൻ സമ്മതിക്കില്ല. ഇപ്പൊ നമുക്കത് സൊസൈറ്റിയിൽ നോർമൽ ആക്കാൻ വേണ്ടി നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ അധികം മൂവീസിലും കുറെ ഷോർട്ട് ഫിലിംസിലും ഒക്കെ ഈ ഒരു കൺസെപ്റ്റിനെ മുമ്പോട്ട് വെക്കുന്നുണ്ട്. അഞ്ജലിയുടെ ഒരു ഷോർട്ട് ഫിലിം ഉണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആണ്. അയ്യോ എന്റെ പേര് ഞാൻ മറന്നുപോയി. അയ്യോ വളരെ മീൻസ് അവൾ ഡയറക്റ്റ് ചെയ്തൊരു ഞങ്ങളുടെ ഒരു ഫ്രണ്ടാണ്. അയ്യോ പേര് ഞാൻ മറന്നുപോയില്ലോടി. ഇതിന്റെ ടാഗ് ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി. നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു പെൺകുട്ടി അനുഭവിക്കുന്ന പ്രശ്നങ്ങളായിരിക്കും. ബട്ട് ദാറ്റ് ഷോർട്ട് ഫിലിം പോർട്രേസ് ഒരു ആണും ഡൊമസ്റ്റിക് വയലൻസിന് ഇരയാവുന്നുണ്ട്. പക്ഷെ അവർ ഒരിക്കലും പുറത്തു പറയില്ല, അല്ലെങ്കിൽ അവരെ അനുകൂലിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ ഇവിടെ കുറവാണ്, അല്ലെങ്കിൽ ഫോൾസ് അലിഗേഷൻസ് ഉണ്ടാവും. DV ആക്ട്, ഇപ്പൊ ഡൊമസ്റ്റിക് വയലൻസിനെതിരെയുള്ള ആക്ടുകൾ പോലും സപ്പോർട്ട് ചെയ്യുന്നത് സ്ത്രീകളെയാണ്. പുരുഷന്മാർക്ക് അങ്ങനെ ഒരു ഇത് ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ആര് സപ്പോർട്ട് ചെയ്യും? അവർക്ക് എന്ത് നിയമ പരിരക്ഷയാണ് കിട്ടുക എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ് ഇപ്പോഴും. അതെ, ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു നിയമം നമ്മുടെ നാട്ടിലില്ല. പിന്നെ ഫോൾസ് അലിഗേഷൻസ് കൂടുതൽ വരും. ഇപ്പൊ അവരൊരു കംപ്ലൈന്റ് കൊടുത്തു ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ നീയൊക്കെ ഒരാണാണോ എന്നുള്ളൊരു ചോദ്യം. പിന്നെ വേറൊരു കാര്യം, നേരെ തിരിയും, കാട് നേരെ അവിടെ തിരിയും. ഒരു സ്ത്രീ വന്നിട്ട് പറയാണ് അല്ല ഇയാളാണ് എന്നെ ഉപദ്രവിച്ചത്. ഈ റീസെന്റ് ആയിട്ടുള്ള കാര്യത്തിൽ തന്നെ 2 കൈൻഡ് ഓഫ് വീഡിയോസ് നമ്മൾ കണ്ടു. അതായത് പുരുഷൻ സ്ത്രീയെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള വീഡിയോയും കണ്ടു. അതിനുശേഷം ആ പുരുഷൻ കരഞ്ഞുകൊണ്ട് വളരെ ഇമോഷണലി ഇതായിട്ട് എന്നെ അവളായിരുന്നു ഉപദ്രവിച്ചുകൊണ്ടിരുന്നത് എന്നൊരു വീഡിയോ ചെയ്തിട്ടതൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഇതിന്റെയൊക്കെ എന്താ പറയാ, ഉള്ളിലുള്ള കണ്ടന്റ് എന്താന്നുള്ളത് നമ്മൾ പുറത്തേക്ക് ഭയങ്കരമായിട്ട് റിവീൽഡ് അല്ല. എല്ലാത്തിന്റെ ആ കേസിന്റെ ആ ഒരു ചൂടിൽ നിന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രം അറിയും. പിന്നീട് എന്ത് നടക്കുന്നു, ഇത് ഈ ഒരു പ്രൈം ടൈം ന്യൂസ് കഴിയുമ്പോ ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാവും. വീണ്ടും ഇതുപോലെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഏതെങ്കിലും മൂലയ്ക്ക് ആത്മഹത്യ ചെയ്യുമ്പോൾ വീണ്ടും ഡൊമസ്റ്റിക് വയലൻസ്, ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്നത് ചെയ്യണോ, പിന്നെ അങ്ങോട്ട് കോലാഹലമായി. അത് കഴിഞ്ഞ് വീണ്ടും ഇത് കെട്ടടങ്ങും. നമ്മുടെ നാട്ടിൽ എല്ലാ കേസുകളും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡൊമസ്റ്റിക് വയലൻസിന് പല കാരണങ്ങളും ഉണ്ട്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് ഞാൻ പറയാണ്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ ജെൻഡർ ബേസ്ഡ്. അതാണ് നമ്മൾ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ജെൻഡർ ബേസ്ഡേ അല്ല. നിങ്ങൾക്ക് ഒരിടത്ത് മെന്റൽ അബ്യൂസ്, ഫിസിക്കൽ അബ്യൂസ്, നിങ്ങൾക്ക് അവിടെ കംഫർട്ടബിൾ അല്ല എന്ന് തോന്നുകയാണ്, നിങ്ങൾക്ക് അവിടെ നിന്നാൽ പറ്റില്ല എന്ന് തോന്നിയാൽ ആ ഒരു എൻവയോൺമെന്റിൽ നിന്ന് പുറത്തു വരാനുള്ള ഒരു ബോൾഡ്നെസ്, ധൈര്യം. വീട്ടുകാർ സഹായിച്ചില്ല. ശരിയാണ്, നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മുടെ പേരൻസ്. അവര് നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നറിയുമ്പോൾ തീർച്ചയായും നമ്മൾ തകർന്നു പോകും. ഇന്ന് പക്ഷെ നമ്മൾ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്യരുത്. നമുക്കൊരു വലിയ സൊസൈറ്റി, നമുക്കൊരു വലിയ വിൻഡോ ഓപ്പൺ ചെയ്ത് വെച്ചേക്കാം. നമുക്ക് ഓൺലൈൻ ഹെൽപ്പ് ലൈൻ നമ്പേഴ്സ് ഉണ്ട്. ഓൺലൈനായിട്ട് ഞങ്ങൾ ആ നമ്പേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ നമ്പേഴ്സും നമുക്ക് ഈ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ആഡ് ചെയ്തേക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഇവരെല്ലാവരും ഉള്ളത്. ഇപ്പം ചിലത് പെയ്ഡ് ആയിരിക്കാം, ചിലത് ഫ്രീ സർവീസസ് ആയിരിക്കാം. ഇതെല്ലാം നമ്മുടെ ചുറ്റും ഉണ്ട്. പക്ഷെ ആ ഒരു ഇൻസ്റ്റന്റ് തോട്ടിന്റെ പേരിൽ നമ്മൾ നമ്മുടെ ലൈഫ് വേണ്ടെന്ന് വെക്കാതെ, ഇപ്പം ഞാൻ കണ്ടിട്ടുള്ള നമ്മളൊക്കെ ഒരു ഷെല്ലിനുള്ളിലാണ് ജീവിക്കുന്നത്. അതിന് പുറത്തൊരു ലോകം നമ്മൾ അറിയുന്നില്ല. ആ ഷെല്ലിനകത്തുനിന്ന് നമ്മൾ എപ്പോൾ പുറത്തു വരുന്നോ അപ്പോഴേ നമ്മൾ ജീവിതം എന്താണ്, ജീവിത സാഹചര്യങ്ങളാണ് എന്താണ്, നമ്മളെ മറ്റുള്ളവരുമായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് ചിലപ്പോൾ കുറച്ചുകൂടെ എന്തൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ എന്നൊക്കെ ചിലപ്പോൾ തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ നാട്ടിൽ ഇപ്പം നമ്മൾ ഇൻറ്റൻസ് അല്ലെങ്കിൽ പെട്ടെന്നുള്ള ഒരു ഇൻസ്റ്റൻറ്റ് തോട്ടിൽ നമ്മളൊരു കാര്യത്തിലേക്ക് പ്രവർത്തിക്കുമ്പോൾ, ഞാൻ കണ്ടിട്ടുള്ള നോർത്തേൺ റീജിയൻസിലൊക്കെ നമ്മളിങ്ങനെ ഈ വഴിയിലൊക്കെ ആൾക്കാരിരുന്ന് ഇപ്പം ബെഗറി അല്ലെങ്കിൽ ഈ സ്ട്രീറ്റ് വെൻഡേഴ്സ് ലെവലിലൊക്കെ പല ആൾക്കാർ അവർ ഡെയിലി ജീവിക്കാനാണ് കഷ്ടപ്പെടുന്നത്. അവർക്കും ചെയ്യാം, സൂയിസൈഡ് ചെയ്യാം. എന്നാൽ എനിക്ക് ജീവിക്കാനായിട്ട് സാഹചര്യം ഇല്ല, എനിക്കൊരു ഷെൽട്ടർ ഇല്ല, എനിക്ക് പലതും ഇല്ലാത്ത സാഹചര്യത്തിൽ എനിക്ക് ജീവിക്കണം എന്നില്ല. പക്ഷെ അവർ സ്ട്രഗിൾ ചെയ്യുന്നത്
എനിക്ക് ജീവിക്കണം എന്ന് വാശി പിടിച്ച് എന്ത് നാളെയും ജീവിക്കണം ചെയ്തിട്ടാണെങ്കിലും നാളെയും എന്നുള്ളത്. ഞാൻ ജീവിക്കണം എന്നുള്ളൊരു വാശിയിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുക. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അവർ കഷ്ടപ്പെടുകയാണ്. അതുപോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്തതിനെ കുട്ടികളെയും കൊണ്ടൊക്കെ ആത്മഹത്യ ചെയ്യുന്ന ചെയ്യുന്ന സിറ്റുവേഷൻസ് കൂടുതലും നമ്മളിപ്പോ ഇപ്പൊ നമ്മൾ കണ്ടു. കുട്ടിയെ ഞാൻ മരിക്കുമ്പോ എന്റെ കുട്ടിയെ എന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനും പേടിയൊക്കെ അതിലുണ്ട്. അത് നമുക്ക് അതിപ്പോ ഈ മനസ്സിലാവും. പറയുന്ന വയലൻസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലുണ്ടാവുമ്പോൾ ഈ വയലൻസ് കണ്ട് ട്രോമറ്റൈസ്ഡ് ആവുന്ന ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അയ്യോ അതെ. അതിൽ നിന്ന് നമ്മൾ ഓവർകം ചെയ്ത് നമ്മുടെ ലൈഫ് പോസിറ്റീവ് ആയിട്ട് ലീഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ഭയങ്കര സ്ട്രഗിളിങ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു കുട്ടീനെ ഇപ്പൊ ഈ 18 വയസ്സ് വരെ, ഇപ്പൊ നമ്മുടെ ഇന്ത്യൻ ഇത് വെച്ചിട്ടാണെങ്കിൽ ഒരു 18 വയസ്സ് വരെ നമ്മൾ മറ്റേ സേഫ് ആക്കി വെക്കുന്ന ആ ഒരു സാഹചര്യമാണല്ലോ. അതിൽ തന്നെ നമ്മൾ അവർക്ക് ഏറ്റവും സേഫസ്റ്റ് എൻവയോൺമെന്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവന് ഭക്ഷണം കൊടുക്കുന്നില്ല, ഞാൻ നിനക്ക് തിന്നാൻ തരുന്നില്ലേ, നിനക്ക് വേണ്ട എല്ലാം ചെയ്ത് തരും. ഇതല്ല അവർക്ക് വേണ്ടത്. അത് മാത്രമല്ല, ലവ്, കെയർ, അച്ഛന്റെ അമ്മയുടെയും ഫാമിലി മെമ്പേഴ്സിന്റെ ഒക്കെ ഒരുപോലെ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ അവർക്കും ഡിവോഴ്സ്ഡ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ ട്രോമറ്റൈസ്ഡ് ആവണം എന്നില്ല. പക്ഷെ നിങ്ങൾ വീട്ടിൽ കിടന്ന് അടി ഉണ്ടാക്കുന്നതും ഫുൾ ടൈം അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അവര് അച്ഛനെ അമ്മയെ കണ്ട് കണ്ടു കഴിഞ്ഞാൽ അവര് കണ്ട് മനസ്സിലാക്കുന്ന അതാ. ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ, വാഗ്തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ അടുത്തത് എന്റെ ഫിസിക്കൽ സ്ട്രെങ്ത് കാണിക്കുക എന്നുള്ളതാ. എന്റെ എന്താ പറയാ, വെർബൽ അബ്യൂസിന് ശേഷം എന്റെ ദേഷ്യത്തിന്റെ എക്സ്ട്രീം എന്ന് പറയുന്നത് എന്റെ ഫിസിക്കൽ, അടിക്കുക, അതെ, അടിച്ച് സാധനം താഴെ താഴെ ഇടുക ഇടുന്ന എന്നുള്ളത്. ആളെ. അപ്പൊ ഇത് അവര് കാണുമ്പോ അവർക്കും തോന്നും എന്റെ വീട്ടിൽ അച്ഛനും അമ്മയും ഇങ്ങനെയാ, അപ്പം എനിക്കൊരു പാർട്ട്ണർ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെയാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. ഒരു ചെയ്യേണ്ടത്. ആഡ് ഉണ്ടായിരുന്നു, ഒരു കുട്ടി വന്നിട്ട് ഒരു പെൺകൊച്ചിനെ അവര് മറ്റേ കഞ്ഞിയും കറിയും വെച്ച് കളിക്കുമ്പോഴത്തേക്കും തല്ലുന്നേ. അപ്പൊ എന്തിനാ തല്ലിയെന്ന് ചോദിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ അമ്മ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവര് കണ്ടുപഠിക്കുന്നതും അവരുടെ ഇമോഷണൽ ട്രോമ എന്നൊന്നും പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഈ പറയുന്ന അടി ഇടി ഇതെല്ലാം സാധനം എന്ന് പറയുന്നത് വളരെ ചെറിയ കാര്യങ്ങൾക്കാണ്. നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങൾക്കായിരിക്കും. ചായയിൽ ഒരിച്ചിരി മധുരം കുറഞ്ഞു പോയി, കൂടിപ്പോയി, കടുപ്പം കൂടി, ഇതിനൊക്കെ ഉപദ്രവിക്കുന്ന മനുഷ്യരൊന്ന് ചിന്തിച്ചു നോക്കി. അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം കാണിക്കുക, അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ആ ഒരു ഡോമിനൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളൊന്നും ഫാമിലി ലീഡ് ചെയ്യുന്നത്. നമ്മളൊക്കെ ഫാമിലി എന്ന് പറയുന്നത് ഏറ്റവും നന്നായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ജീവിക്കുക, ഹാപ്പിനെസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരിക. ആ ഹാപ്പിനെസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആരുടെയും മുകളിലോ താഴെയോ എന്നുള്ളതിനെ കുറിച്ചിട്ട് ചിന്തിക്കാതെ, എന്നെ വിശ്വസിച്ചോ അല്ലെങ്കിൽ ഞാനൊരു പാർട്ട്ണറെ ചൂസ് ചെയ്തു, ആ പാർട്ട്ണറോടൊപ്പം ഉള്ള ലൈഫ് വളരെ പോസിറ്റീവായിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ലീഡ് ചെയ്യുക. ലൈഫ് എൻഡ് വരെ നമ്മൾ എന്താ പറയുക, ഇപ്പം പ്രശ്നങ്ങളുണ്ടാവുമ്പോൾ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഉപദ്രവമല്ല, അബ്യൂസ് അല്ല ഒരിക്കലും സൊല്യൂഷൻ എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അങ്ങനെ അബ്യൂസ് നിങ്ങൾ നേരിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് ബോൾഡായിട്ട് അതിനെ നേരിട്ട്, നമുക്കിവിടെ ഒരു നല്ല ലോ ആൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആണുങ്ങളുടെ കേസിലാണ് ഞാൻ വായിച്ചത് വെച്ചിട്ടാണെങ്കിൽ സേവ് എന്ന് പറയുന്ന ഒരു NGO ഉണ്ട്. അവരിതുപോലെ ജെൻസിന്റെ ഡൊമസ്റ്റിക് വയലൻസ് ഇഷ്യൂസ് ഹാൻഡിൽ ചെയ്യുന്നതാണ്. മാസത്തിൽ ഒരു കേസെങ്കിലും അവർക്ക് വരാറുണ്ട്, അവരുടെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ടെന്നാണ് ഞാൻ വായിച്ചറിയുക. ഒക്കെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുക. കാരണം പണ്ട് പറയാതിരുന്നവരൊക്കെ ഇന്ന് പുരുഷന്മാർ പറഞ്ഞു തുടങ്ങി, അവർ എക്സ്പ്രസ് ചെയ്തു തുടങ്ങി. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സപ്രസ് ചെയ്ത് വെക്കാതെ അവരൊക്കെ എക്സ്പ്രസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും സൊസൈറ്റിയിൽ ആ ചേഞ്ചസ്. ഇപ്പം നമ്മൾ കാണുന്ന ന്യൂസസ് എന്ന് പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് പണ്ട് മൂടി വെച്ചിരുന്നത് ഇന്ന് പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് സൊസൈറ്റി അറിയുന്നു ഇങ്ങനെയും നാട്ടിൽ നടക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഉണ്ടാവരുത്. ഇപ്പം നമ്മളിത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊരിക്കലും വയലൻസ് നേരിടുന്ന സ്ത്രീകൾക്ക് വേണ്ടിയല്ല. വയലൻസ് അല്ലെങ്കിൽ അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അതെൻ്റെ പേഴ്സണാലിറ്റി ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ആ ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആണ് എന്ന് മനസ്സിലാക്കി അതിലൊരു ചേഞ്ച് കൊണ്ടുവരിക. എൻ്റെ കൂടെ നിൽക്കുന്ന ആരും ആയിക്കോട്ടെ, ഫാമിലി, വൈഫ്, പാർട്ട്ണർ, ഹസ്ബൻഡ്, ഫ്രണ്ട്സ്, കുട്ടികൾ, ഇവരാരെയും എനിക്ക് ഉപദ്രവിക്കാനുള്ള അവകാശമില്ല. എല്ലാവർക്കും പോസിറ്റീവ് എൻവയോൺമെന്റിൽ ജീവിക്കാനുള്ള റൈറ്റ് അവർക്കുണ്ട്. അത് ചൂഷണം ചെയ്യാൻ എനിക്ക് അവകാശമില്ല എന്ന് മനസ്സിലാക്കി എൻ്റെ ബിഹേവിയറൽ ഇഷ്യൂവിനെ കറക്റ്റ് ചെയ്യേണ്ടത് ഞാനാണ്. അപ്പം അങ്ങനെ ചേഞ്ച് കൊണ്ടുവരാനും കൂടെ നിങ്ങൾക്ക് പറ്റണം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെറിയതായിക്കോട്ടെ, മൈന്യൂട്ട് ആയിക്കോട്ടെ. നമ്മൾ ഇപ്പം ഇതിൽ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻലോസ് ഇഷ്യൂ, ഹസ്ബൻഡ് ആൻഡ് ഹിസ് റിലേറ്റീവ്സ് എന്നുള്ളതാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ വരുന്ന, അല്ല ഡൊമസ്റ്റിക് വയലൻസിനെതിരെയുള്ള സെക്ഷനിൽ വരുന്ന ഒരു സാധനം. ഹസ്ബൻഡ് ആൻഡ് ഹിസ് റിലേറ്റീവ്സ് എന്നുള്ളത്. ഇപ്പം ഞങ്ങൾ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ ഉടനെ മാറി താമസിച്ച ആൾക്കാരാണ്. പുതിയതായിട്ടൊരു ലിവിങ് സ്പേസ് ഉണ്ടാക്കി അങ്ങോട്ട് മാറി താമസിച്ച ആളാണ്. അപ്പൊ ഇത് എൻ്റെ വീട്ടിൽ പറഞ്ഞപ്പോൾ, ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പം ഉടനെ മാറി താമസിക്കാനോ, ആൾക്കാരെന്നാ പറയും, എന്റെ പൊന്നു മുത്തയെ കുറച്ച് ദിവസം കഴിയട്ടെ എന്നിട്ട് നിങ്ങൾ അങ്ങോട്ട് മാറിക്കും. കഷ്ടപ്പെട്ട് നമ്മൾ വീടുണ്ടാക്കിയിട്ട് അമ്മ എന്നോട് പറഞ്ഞ കാര്യമാണ്, നിങ്ങൾ കുറച്ച് ദിവസം അവിടെ, അതായത് ഫുൾ സൊസൈറ്റിയെ
പേടിച്ചുകൊണ്ട് ജീവിക്കാന്ന് പറയില്ലേ, ശരിക്കും അതാണ് സംഭവിക്കുന്നത്. ഇപ്പൊ ഞങ്ങൾ മാറി താമസിച്ചപ്പം അതൊരിക്കലും നമ്മൾ നമ്മുടെ പേരൻസിനെ ബിട്രേ ചെയ്യുക എന്നുള്ളൊരു സാധനമല്ല. ഞാനിപ്പോ എന്റെ വീട്ടിൽ നിന്ന് വന്നു, അതിനനുസരിച്ച് അതിന്റെ ഉത്തരം ഞാൻ എന്റെ പേരൻസിനെ കളഞ്ഞിട്ട് വന്നു എന്നാണോ? ഒരിക്കലും അല്ല. ഞാൻ പറിച്ചവിടുന്ന് മാറ്റി വേറെ കണ്ടോട്ട് കൊണ്ടിരുത്തി, ഇതൊന്നുമല്ല. ശരിക്കും നമ്മളൊരു കപ്പിളായിട്ട് കുറച്ചൊന്ന് ഇൻവോൾവ് ആണെന്നെങ്കിൽ, കുറച്ചൊന്ന് മെന്റലി ഫിസിക്കലി അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, മനസ്സിലാക്കാന്ന് പറയുന്നത് ഈ കാര്യത്തിലൊക്കെ. അല്ലാതെ ഉപദ്രവങ്ങളെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല. നമ്മൾ ഡെയിലി റൊട്ടീൻസിനോട്, അതായത് പുതിയ ഒരാൾ നമ്മുടെ ലൈഫിൽ വരിക എന്ന് പറഞ്ഞാൽ, അന്ന് വരെ നമ്മൾ 24/7 ഒറ്റയ്ക്ക് ഒരു ബെഡിൽ കിടന്നിരുന്ന ആള് കല്യാണം കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മുടെ കൂടെ പാർട്ട്ണർ ഒരു ബെഡ് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു റൂം ഷെയർ ചെയ്യുക. നമ്മൾ പല രീതിയിൽ ആ ഒരു ഷെയറിംഗ് എന്ന് പറയുന്നതിനെ കോപ്പപ്പ് ചെയ്യുക, ആ ഒരു മെന്റാലിറ്റി കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് അഡ്ജസ്റ്റ്മെന്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഉപദ്രവങ്ങളോ അല്ലെങ്കിൽ എന്താ ഈ പറയുന്ന നെഗറ്റീവ് ആസ്പെക്ട്സിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം, സ്ത്രീകൾ അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളതിനോടുള്ള ഐഡിയോളജി അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ് തന്നെ നമ്മൾ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. അപ്പോൾ ദേഷ്യം, വയലൻസ്, മറ്റുള്ളവരുടെ മേളിലുള്ള ഡോമിനൻസ്, ഇതൊന്നും ഫാമിലി ലൈഫിൽ ആവശ്യമില്ല. ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡവറി എന്ന് പറയുന്നതൊക്കെ ഒരു പ്രോബ്ലമാണ്, സൊസൈറ്റിയുടെ ഒരു വലിയ പ്രോബ്ലമാണ്. അങ്ങനെ ഒരു പ്രോബ്ലം സമൂഹത്തിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ കല്യാണം കഴിക്കാൻ ശ്രമിക്കാം. ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡൗറി വാങ്ങാതിരിക്കുക. ഡൗറിയുടെ കാര്യം പിന്നെ കുറെ ആൾക്കാർ ഇങ്ങോട്ട് വരും, വീട് കാണണം, പരിസരം കാണണം, എന്നാ ഉണ്ടെന്നറിയണം, നിങ്ങൾ എത്ര കൊച്ചിന് കൊടുക്കും എന്ന് ചോദിക്കുന്നവര്, അല്ലെങ്കിൽ ഇറക്കി വിടുമ്പോ ഒന്നും കൊടുക്കാതെ വിടുന്നത് എങ്ങനെയാ, ഇപ്പൊ ഇറക്കി എങ്ങോട്ട് വിടുന്നതാണുള്ളതാണ് മെയിൻ വീട്ടില് ചോദ്യം. നിങ്ങൾ കല്യാണം കഴിക്കുന്ന ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ സ്വന്തമായി തീരുമാനം എടുക്കാൻ കഴിവുള്ള ഒരു പെൺകുട്ടിയായിരിക്കണം, സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയായിരിക്കണം. അപ്പൊ നമുക്ക് നമ്മുടെ തീരുമാനം പറയാം. ഞാൻ ഒരു തരി സ്വർണം പോലെ, ഇപ്പൊ സ്വർണം എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെന്റ് ആണ്, ഷുവറായിട്ടും ഇൻവെസ്റ്റ്മെന്റ് ആണ് ഗോൾഡ് എന്ന് പറയുന്നത്. അടിക്കടി വില കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്, നമുക്ക് പണയം വെക്കാൻ പറ്റും. അപ്പോൾ ഒരു ഫൈനാൻഷ്യൽ സ്ട്രഗിളിന്റെ ഇടയ്ക്ക് ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ് സ്വർണം. പക്ഷെ ഫൈനാൻഷ്യൽ സ്ട്രഗിള് നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചപ്പം അതിന്റെ കൂട്ടത്തിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കാശ് വെറുതെ ചെലവാക്കുന്നില്ല. അതായത് സെലിബ്രേഷന്റെ അകത്ത് മെയിൻ സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സ്വർണം മേടിച്ച് അതിപ്പോ ആഭരണമായിട്ടോ കോയിനായിട്ടോ ഒക്കെ മേടിച്ചു വെക്കുക. അതായത് വീട്ടിൽ എന്തെങ്കിലും ഒരു സ്ട്രഗ്ലിംഗ് ടൈം വരുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നമുക്ക് ഗുണമുണ്ട്, നമുക്ക് പണയം വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഇല്ലാത്ത കാശ് ഉണ്ടാക്കി, ഇപ്പൊ ഞാൻ റെന്റൽ ജ്വല്ലറി എടുത്താണ് കല്യാണം നടത്തിയത്. ഇപ്പൊ നമുക്ക് കാശ് മുടക്കി സ്വർണം മേടിക്കാനുള്ള ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഞാൻ അത് വീഡിയോ ഇട്ടപ്പോൾ അതിന്റെ അടിയിൽ വന്ന കമന്റ് ആണ്, റെന്റൽ ജ്വല്ലറിക്ക് മുടക്കിയ കാശ് കുറച്ചുകൂടെ കാശ് ഉണ്ടാക്കുമായിരുന്നെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 5000 രൂപ ഞാൻ റെന്റൽ ജ്വല്ലറിക്ക് മുടക്കിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ കാശ്, എത്ര കാശ് ഉണ്ടാക്കണം? ഒരു ഗ്രാമിന് ഞാൻ എത്ര കാശ് കൂടെ കൂടുതൽ ഒരു ഗ്രാമിൽ നമുക്ക് എന്തുമാത്രം കിട്ടും എന്നുള്ളതൊന്നും അല്ല അവരുടെ ചിന്ത. അതിന്റെ പേരിൽ ഒരു എക്സ്ട്രാ ബേർഡനും കൂടി എടുക്കുക. ഇനി സ്വർണം മേടിക്കാൻ ഞാൻ വേറെ ലോൺ എടുക്കുക, ഇതാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്, ഡൗറി എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും തരണ്ട വീട്ടിൽ നിന്ന്. വീട്ടുകാർക്ക് ഇത് കാണുന്ന ഏതെങ്കിലും പേരൻസ് ഏതെങ്കിലും സമയത്ത് ഇത് കാണുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക്, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസം കൊടുക്കുക, അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തയാക്കുക. ആ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവുന്നുണ്ടെന്ന് നമ്മളും കൂടെ ഉറപ്പുവരുത്തുക. കാരണം നമ്മൾ പഠിച്ചു പോയിട്ട് അറിവുണ്ടായിട്ട് നമ്മൾ ആ അറിവ് ഉപയോഗിക്കാതെ നമ്മൾ അതിനെ PhD ഡോക്ടറേറ്റും വരെ എടുത്തവര് വെറുതെ വീട്ടിൽ ഇരിക്കുന്ന അവസ്ഥ, ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ നേരിടുമ്പോഴത്തേക്കും നമ്മൾ അതിന്റെ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇങ്ങനെയാന്ന് വിചാരിക്കാതെ എന്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്ക് ഗുണം ഉണ്ടാണ്, എന്റെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റണം. പഠിച്ചു എന്നുള്ള സർട്ടിഫിക്കറ്റ് കിട്ടിയത് കൊണ്ടോ അല്ല കാര്യം, എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ നമ്മുടെ ലൈഫിൽ ആ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരണം. വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പഠിച്ചത് കൊണ്ട് വിവരം ഉണ്ടാവണമെന്നില്ല. ഈ പറയുന്ന ഡൊമസ്റ്റിക് വയലൻസ് ഉണ്ടാകുന്നത് ഏറ്റവും എന്താ പറയാ ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലിറ്ററസി റേറ്റ് കുറഞ്ഞ കുടുംബങ്ങളിലോ ഒന്നും അല്ല, വളരെ ഹൈ പ്രൊഫൈല് മെയിൻറ്റെയിൻ ചെയ്യുന്ന വീടുകളിലാണ് ഈ പറയുന്നത്. ഉത്തരയുടെ ഭർത്താവ് മറ്റേ MVD ഓഫീസറും കണ്ടായിരുന്നു, ഇൻസ്പെക്ടർ ലെവലിലുള്ള റാങ്കിലുള്ള ഒരു ഓഫീസറും കണ്ടായിരുന്നു പുള്ളി. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിയമത്തിന്റെ അണ്ടറിൽ കൊണ്ടുവരുന്നുണ്ട്. ഇതൊക്കെ അറിഞ്ഞു വെച്ചുകൊണ്ട് ആ കാര്യം ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരാം. ഒരു അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിലും ഇപ്പോ നമ്മുടെ പാർട്ട്ണറിനെ ചൂഴ്ന്നു നോക്കി നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റില്ല. ഒരു പരിധി വരെ നമുക്ക് അതിലൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അവിടെ ഉണ്ടായിട്ട് കല്യാണം കഴിക്കുക. ഇനി അതിനുശേഷം എല്ലാം ഡീപ്പായിട്ട് മനസ്സിലാക്കണമെന്നില്ല. അതിന് കല്യാണം കഴിഞ്ഞു, അതിനുശേഷം വീണ്ടും ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് അല്ലെങ്കിൽ അപ്പൊ പ്രതികരിക്കാനായിട്ടുള്ളൊരു ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ
നിങ്ങൾ അതിനോട് ഉള്ള അറിവ് കുറവാണ്, അല്ലെങ്കിൽ ഞാൻ കാണുന്നതിനോടൊന്നും എനിക്കൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ അഫ്കോഴ്സ് നിങ്ങൾ പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങിന് പോയിരിക്കണം. പ്രീ മാരിറ്റൽ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ ഇപ്പം ലൈഫിൽ ഫാമിലിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അത് ഫാമിലി കൗൺസിലിങ്ങിന് പോയേ മതിയാവൂ എന്ന് തോന്നുകയാണെങ്കിൽ പാർട്ട്ണറെ നിർബന്ധിച്ചിട്ടോ എന്താണെങ്കിലും നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവ്സ് കണ്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ചില റിലീജിയസ് ഇതില് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് മസ്റ്റ് ആയിട്ടും കൊടുക്കുന്നുണ്ട്, പക്ഷെ ചിലതിലില്ല. അപ്പൊ തീർച്ചയായും പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് നമ്മളായിട്ട് മുൻകൈ എടുത്ത് കാരണം നമുക്ക് ഇതിനെപ്പറ്റി വലിയ അറിവില്ല, എക്സ്പീരിയൻസ് ഇല്ല. നമ്മൾ കാണുന്ന ഫാമിലി, അതായത് എൻ്റെ അച്ഛനും അമ്മയും അത്രയും സ്നേഹത്തോടെയും ഞാൻ വന്ന സാഹചര്യം എന്നെ ഒരു രീതിയിലും ഇവളാക്കി മാറ്റിയിട്ടില്ലെന്ന് കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതേ കാര്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം, അല്ലെങ്കിൽ നമ്മൾക്കത് ഇൻസ്പയർഡ് ആയിട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ എൻ്റെ ഫാമിലിയിൽ നടക്കുന്നത് ഓക്കെ അല്ല, ഇതൊന്നും നോർമൽ അല്ല എന്ന് മനസ്സിലാക്കുന്നിടത്ത് എനിക്ക് എന്താണ് നോർമൽ, അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, വേറൊരാളുടെ അടുത്തുനിന്ന് ഒരു ഗൈഡൻസ് വേണം എന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങളൊരു കൗൺസിലിങ്ങിന് നിങ്ങളുടെ ഇനീഷ്യേറ്റീവിൽ തന്നെ പോവുക. ഈവൻ ലവ് മാരേജസിലാണെങ്കിൽ പോലും എൻ്റെ പാർട്ട്ണർക്ക് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ പാർട്ട്ണർഷിപ്പിലേ പറ്റുള്ളൂ. നമുക്ക് പറയാം, അതായത് ഇന്ന ട്രേറ്റ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, നീ അത് കറക്റ്റ് ചെയ്യണം എന്നുള്ളതിനെ ഒരു പോസിറ്റീവ് സൈനിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഫാമിലി ലൈഫിൽ നല്ലതേ വരത്തുള്ളൂ. അപ്പം ഈ പറയുന്ന ആ ഒരു ഡൊമസ്റ്റിക് വയലൻസിന് റീസൺ ആവുന്ന പല കാരണങ്ങളും നമ്മുടെ കുടുംബത്തിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതിനെ ഓവർകം. അപ്പൊ നമ്മുടെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞു അതെ, ഇന്നെന്റെ അലർജി കിക്കിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് പയ്യെ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എത്ര പേര് ഇത് പ്രാക്ടിക്കലാക്കും അത് നമ്മൾ ഉപദേശിക്കുകയോ, എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ ഉപദേശിക്കുക കാര്യങ്ങളൊന്നുമല്ല, ഞങ്ങളുടെ ഒപ്പീനിയൻസ് ആണ് പറഞ്ഞത്, ഞങ്ങളുടെ ആശയങ്ങളാണ് നിങ്ങളുമായി പങ്കുവെച്ചത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് സെക്ഷനിൽ വന്ന് നിങ്ങൾ ആഡ് ചെയ്യുക. പിന്നെ ഇത് ആർക്കെങ്കിലും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം, ഇന്നവർ കേൾക്കണം, ഇല്ല ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ കേൾക്കണം, കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾ കേൾക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഇത് കേൾക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമ്മൾ നമ്മുടെ ഇപ്പൊ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ കുറച്ച് ഹെൽപ്പ് ലൈൻ നമ്പേഴ്സിന്റെ കാര്യവും പിന്നെ അവളുടെ ഷോർട്ട് ഫിലിമിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അപ്പൊ മറ്റൊരു എപ്പിസോഡുമായിട്ട് ദീപം കുടുംബശ്രീയിൽ കാണാം. ഇത് പറഞ്ഞു കാട് കയറി പോയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് താഴെ മെൻഷൻ ചെയ്യാം. അതെ, പറയേണ്ടത് പറഞ്ഞില്ല ഉള്ള തോന്നൽ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോയിന്റ്സ് നിങ്ങൾ ആഡ് ചെയ്യുക. നിങ്ങളുടെ കമന്റ്സ് എല്ലാം പിൻ ചെയ്യും, പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് എല്ലാം നമ്മൾ പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണുന്നത് വരെ, അടുത്ത ശനിയാഴ്ച കാണുന്നത് വരെ ബൈ ബൈ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അത് പറയാൻ മറന്നുപോയി, അത് തീർച്ചയായും ചെയ്യണം. ചുമ്മാ കണ്ടിട്ട് പോകരുത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് പോവാ. ബൈ.